ശ്രീ മോഡിജി തങ്ങളുടെ പോസ്റ്റിലൂടെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിന്റെ മുകളിൽ കാണാൻ കഴിയുന്നുണ്ടാവും. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. പുതിയ തക്കാൽ ബുക്കിംഗ് നിയമങ്ങൾ ഇവ 2025 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ നോക്കൂ, ആധാർ ഉപയോഗിക്കുന്നവർക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ RCTCയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പ്രവേശനം ലഭിക്കുക. അവർ ആധാർ ഓതന്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആകൂ. ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, താഴെ നോക്കൂ. നോൺ ആധാർ യൂസേഴ്സിൽ ആരെങ്കിലും PRS കൗണ്ടർ അല്ലെങ്കിൽ ഏജന്റിന്റെ വഴി ബുക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കേസിൽ ബുക്കിംഗ് ആരുടെ പേരിലാണ് നടക്കുന്നത്? ആ വ്യക്തിയുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകും. ആ OTP വെരിഫൈ ചെയ്യേണ്ടതായിരിക്കും. ആ വെരിഫിക്കേഷൻ നടക്കുന്നതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിനു പുറമെ ട്രാവൽ ഏജന്റുകൾക്കായി പുതിയ നിയമങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ AC കോച്ചിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തത്കാൽ ബുക്കിംഗ് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പക്ഷേ ഇപ്പോൾ ട്രാവൽ ഏജന്റുകൾക്കായി ബുക്കിംഗ് ആരംഭിക്കുന്നത് 10:30 മണിനാണ്. അർത്ഥം രാവിലെ 10 മുതൽ 10:30 മണി വരെ സാധാരണ ജനങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കും. ഇതിലൂടെ നമുക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൂടുതൽ സാധ്യത ഉണ്ടാകും. അതായത് നമുക്ക് ടിക്കറ്റ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. മുൻപ് അതിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. ഇതിനു പുറമെ സ്ലീപ്പർ ക്ലാസ്സിൽ ബുക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി തത്കാൽ ബുക്കിംഗ് ആരംഭിക്കുന്നത് 11 മണിക്ക് ആണ്. എന്നാൽ ഏജന്റുകൾക്കായി അത് 11:30 മണിന് ശേഷം മാത്രമേ ആരംഭിക്കൂ. അതിനാൽ 11 മണി മുതൽ 11:30 മണി വരെ ഉള്ള സമയമാണ് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുക. അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ നേട്ടം ലഭിക്കും. നിങ്ങൾക്ക് ഹെലംനു റെയിൽ കണക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തുറക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഈ അലർട്ട് സന്ദേശം വരും. ഇത് ഒക്കെ ചെയ്യുക. അതിനുശേഷം ഈ സ്ക്രീൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. മുകളിൽ നോക്കൂ, ലോഗിൻ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം നൽകണം, പാസ്വേഡ് നൽകണം, ക്യാപ്ച പൂരിപ്പിക്കണം, പിന്നെ ലോഗിൻ ചെയ്യണം. പിന്നീട് ഈ സ്ക്രീൻ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വരിക. താഴെ നോക്കൂ, നിങ്ങൾക്ക് പല ഓപ്ഷനുകളും കാണാം. ഇപ്പോൾ ഞാൻ പറയാം നിങ്ങൾ എങ്ങനെ ആധാർ ഓതന്റിക്കേഷൻ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ബയോമെട്രിക് ഓതന്റിക്കേഷനും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറയുന്നുവെന്ന് നോക്കൂ. നമുക്ക് ഇപ്പോൾ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച നൽകി. ഇതിൽ വളരെ സമയം പോകുന്നു. നിങ്ങൾ ബയോമെട്രിക് ഓതന്റിക്കേഷൻ ചെയ്താൽ അടുത്ത തവണ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ഫിംഗർ പ്രിന്റ് ടച്ച് ചെയ്യുന്നത് പോലെ ഇവിടെ ടച്ച് ചെയ്താൽ മതി. നിങ്ങൾ നേരിട്ട് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ കഴിയും. ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? താഴെ ഭാഗത്ത് മോർ എന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, വളരെ അധികം ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ബയോമെട്രിക് ഓതന്റിക്കേഷൻ എന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഇത് എനേബിൾ ആകില്ല. ഇപ്പോൾ നോക്കൂ, നമ്മുടെ കേസിൽ ഇത് ഞങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കൂ, താഴെ ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ അക്കൗണ്ടിനാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ പലതരം ഓപ്ഷനുകൾ നിങ്ങളുടെ മുന്നിൽ വരും. താഴെ നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ ഓതന്റിക്കേറ്റ് യൂസർ ആയിരിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ സ്ക്രീൻ നിങ്ങളുടെ മുന്നിൽ വരും. മുകളിൽ നോക്കൂ, ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, സിലക്ട് ഓതന്റിക്കേഷൻ ടൈപ്പ്. അതിൽ ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷനുകൾ വരും, പാൻ കാർഡ്, ആധാർ കാർഡ്. ആധാർ കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അടുത്ത് ഈ സ്ക്രീൻ വന്നാൽ മുകളിൽ നിങ്ങളുടെ മുഴുവൻ പേര് എഴുതിയിരിക്കുന്നത് കാണാം. അതിനുശേഷം ആധാർ കാർഡ് നമ്പർ അല്ലെങ്കിൽ വെർച്വൽ ID നമ്പർ നൽകാം. നിങ്ങളുടെ ജനനതീയതി ഓട്ടോമാറ്റിക്കായി വരും. കൂടാതെ നിങ്ങളുടെ ലിംഗം പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെ ഇവിടെ ഓട്ടോമാറ്റിക്കായി കാണിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ 12 അക്കമുള്ള തിരിച്ചറിയൽ നമ്പർ, അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട 12 അക്കമുള്ള രഹസ്യ കോഡ് എന്നിവ ദയവായി ഇവിടെ രേഖപ്പെടുത്തുക. ഇത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും അത്യാവശ്യമാണ്. ഈ 12 അക്ക നമ്പർ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനും സഹായിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം സുരക്ഷിതമാക്കുന്നതിനും എല്ലാ ഇടപാടുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും ഈ 12 അക്ക നമ്പർ നിർബന്ധമാണ്. അതിനാൽ ഈ നമ്പർ ശ്രദ്ധാപൂർവം നൽകേണ്ടത് വളരെ പ്രധാനമാണ്.